ചെങ്ങായിമാരെ, ഞാൻ നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മുൻ RS-കാരനുണ്ടല്ല, RS-നെ കുറിച്ചും വിശ്വ ഹിന്ദു പരിഷത്തിനെ കുറിച്ചൊക്കെ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഈ മുൻ RS-കാരൻ പറഞ്ഞ കാര്യം കേട്ടപ്പോഴല്ല സത്യം പറഞ്ഞ ഞാൻ ആകെ ഞെട്ടി തരിച്ചു കേട്ടാണ്. നമ്മളെ നാട്, നമ്മളെ കേരളം കുട്ടിച്ചോറാക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തുന്ന ഗൂഢാലോചനയെ കുറിച്ചാണ് ഈ മുൻ RS-കാരനുണ്ടല്ല തുറന്നു പറഞ്ഞത്. നിങ്ങൾക്ക് സാമ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ കണ്ടേ പറ്റൂ. നമുക്കെന്നാൽ ഈ മുൻ RS-കാരൻ പറഞ്ഞ് ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ കേൾക്കാം. അതിനുശേഷം ഉണ്ടല്ലോ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇത് സമൂഹം അറിയേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ ന്യൂസ് ചാനലിനോട് ഇത് പറയാമെന്ന് വിചാരിച്ചത്. അതെ, സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ താൻ പിന്നീട് ജീവനോടെ ഉണ്ടാകുമോ എന്ന് ഇദ്ദേഹം ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മുഖം വ്യക്തമാക്കാനോ പേര് വിവരങ്ങൾ പുറത്തുവിടാനോ ഞങ്ങൾക്ക് നിർവാഹമില്ല. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ABVP-യിലൂടെ സംഘപരിവാർ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ഇദ്ദേഹം പിന്നീട് RSS-ന്റെയും BJP-യുടെയും സജീവ പ്രവർത്തകനായിരുന്നു. കേരളത്തിൽ ഹിന്ദു ഹെൽപ്പ് ലൈൻ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ ഇതിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന പ്രദേശ് വിശ്വനാഥനടക്കമുള്ള ആളുകളോടൊപ്പം പ്രവർത്തിച്ചു. സേവനങ്ങളുടെ മറവിൽ ഹിന്ദു ഹെൽപ്പ് ലൈൻ കേരളത്തിൽ നടത്തിയ കലാപാസൂത്രണങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇദ്ദേഹം ഡൂൾ ന്യൂസിന് മുന്നിൽ പങ്കുവയ്ക്കുന്നു. മുസാഫിർ നഗർ പോലെ അല്ലെങ്കിൽ ഗുജറാത്ത് പോലെ ഒരു വൻ കലാപമാണ് സൗത്ത് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും അവർ ആസൂത്രണം ചെയ്തത്. കലാപം വഴി സംഘടന വളർത്തൽ, അതുവഴി ഭരണം. ഒരു മതരാഷ്ട്രം മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി ഒരു മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ വിവാഹം ചെയ്താൽ അദ്ദേഹത്തിന്റെ വീട് അടിച്ചു പൊളിക്കുകയും അദ്ദേഹത്തെ പരസ്യമായിട്ട് ഇല്ലായ്മ ചെയ്യാന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം. മതപരിവർത്തനത്തിന് വരുന്ന പാസ്റ്റർമാർക്കെതിരെ ഒരു ആക്രമണം അഴിച്ചുവിടാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. വർഗീയ കലാപത്തിലേക്ക് നാടിനെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിൽ ഒരു പരിധിവരെ അവരുടെ ലക്ഷ്യം വിജയത്തിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതൃത്വം കൊടുക്കുന്ന അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ലോഞ്ചിങ് ഉടനെ വെച്ചൊരു 10-20 ദിവസങ്ങളിലുണ്ട്. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടു കൂടി ഉണ്ടാവും. ആ ലോഞ്ചിങ്ങിന് ശേഷം മുസാഫിർ നഗർ പോലെ അല്ലെങ്കിൽ ഗുജറാത്ത് പോലെ ഒരു വൻ കലാപമാണ് സൗത്ത് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും അവർ ആസൂത്രണം ചെയ്തത്. ഭാവിയിൽ മുസ്ലിം ചെറുപ്പക്കാരെ ഹിന്ദു പെൺകുട്ടികളെ വിവാഹം ചെയ്യുകയാണെങ്കിൽ അവരുടെ വീട് ഉൾപ്പെടെ തകർത്ത് കളയുക എന്നൊരു അജണ്ടയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് അതിന്റെ യുവജന സംഘടനയായ രാഷ്ട്രീയ വിതരണത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. അക്രമങ്ങൾ, സമരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അതിന്റെ ഒരു അജണ്ട അതാണ്. ഈ ലവ് ജിഹാദിന്റെ പേരിൽ ഒരു സമുദായത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രത്യേക സമുദായത്തിലെ യുവതികളെ ടാർഗറ്റ് ചെയ്ത്, യുവതികളെ മാത്രമല്ല വിവാഹിതരല്ലാത്തവരുമായ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് അവരോട് അടുപ്പം കാണിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരെ മതം മാറ്റി അവനവൻ വിശ്വസിക്കുന്ന മതത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു അജണ്ട, അതിനുവേണ്ടി ഒരു പ്രത്യേക ടീം തന്നെ ഈ ഹിന്ദു ഹെൽപ്പ് ലൈനിന് നിലവിൽ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ മുസ്ലിം ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള, അതായത് അവരുടെ ഡ്രസ് കോഡിൽ താടി മീസെല്ലാം ചെയ്യുന്നില്ല, അങ്ങനത്തെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടം ഈ ഹിന്ദു ഹെൽപ്പ് ലൈനിലുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നാളെ ഒരു മോസ്കിൽ കയറി, മുസ്ലിം പള്ളിയിൽ കയറി ഒരു ഇഷ്യൂ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും അതിനുള്ള ബലം, അതിനുള്ള ടെക്നിക്കുകൾ, പ്ലാനുകൾ, ആൾബലം എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന ഈ പ്രസ്ഥാനം അത് വളരെ ബോധപൂർവം തന്നെ അത് ചെയ്യുന്നുണ്ട്. മതപരിവർത്തനത്തിന് വരുന്ന പാസ്റ്റർമാർക്കെതിരെ ഒരു ആക്രമണം അഴിച്ചുവിടാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് തൃശ്ശൂർ ഭാഗത്ത് ഹിന്ദു ഹെൽപ്പ് ലൈനിന്റെ തന്നെ ഒരു പ്രവർത്തകൻ, ഞാൻ അറിയുന്ന ആളാണ്, ഒരു പാസ്റ്ററുടെ ദേഹോദരം ഏൽപ്പിക്കുകയും അതിന് സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് കേരളത്തിലുടനീളം ഫ്ലെക്സുകൾ ഉയർത്തുകയും ചെയ്തു. അത് പല പേരിലാണ് അവരത് ഈ ഫ്ലെക്സുകൾ അവർ ഉയർത്തിയത്. ചില സ്ഥലത്ത് ഹിന്ദു മുന്നണി, മറ്റു ചില സ്ഥലങ്ങളിൽ ഹിന്ദു യുവസേന, പല പേരുകളിലാണ്. അതായത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് അത് ചെയ്തത്. അതുകൂടാതെ ഈ അടുത്ത കാലത്ത് ശബരിമല സംരക്ഷണ സമിതി എന്നൊരു സമിതിക്ക് ഹിന്ദു ഹെൽത്ത് നേതൃത്വം കൊടുക്കുകയുണ്ടായി. വിവിധ ജില്ലകളിൽ നിന്ന് ഇതേക്കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് വിളിച്ചവരുടെ ഡേറ്റ കളക്ട് ചെയ്യുകയും ഇത് പിന്നീട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്കുകയും ഇതിനു മുമ്പ് നടന്ന വാട്സ്ആപ്പ് ഹർത്താൽ പോലെ ഇനി ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വാട്സ്ആപ്പിലുള്ളവരുടെ ഇത് വെച്ച് അവരെ റോഡിലേക്ക് ഇറക്കി ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ള ഇനിയൊരു വാട്സ്ആപ്പ് ഹർത്താൽ കൂടി ഇവിടെ പ്ലാൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും പേരുടെ ഡേറ്റ കാര്യങ്ങളെല്ലാം ഇവർ കളക്ട് ചെയ്തത്. ഞാൻ തെക്കൻ കേരളത്തിലെ ഒരു ജില്ലയിലാണ് ഞാൻ ജനിച്ചത്. അത്യാവശ്യം ദൈവവിശ്വാസവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ആത്മീയതയൊക്കെ ഉള്ളതുകൊണ്ട് ഹിന്ദു സംഘടനകളുമായിട്ട് അടുത്തു. അങ്ങനെ ആദ്യത്തെ കുറച്ച് നാള് പരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് വളരെ അടുത്താണ് നിന്നത്. ഏകദേശം 2014 വരെ പരിവാർ പ്രസ്ഥാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലേക്കായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഇതൊന്നും പോരാ, കുറച്ചും കൂടെ തീവ്രമായിട്ട് വേണം എന്നൊരു ചിന്ത വന്നതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞാൻ വരുമായിരുന്നു. സാമൂഹ്യ പ്രവർത്തനം, രാജ്യസ്നേഹം, മതവിശ്വാസം ഇതെല്ലാം കണ്ടപ്പോൾ അങ്ങനെ ആകർഷിച്ച് വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്ത് ഇതൊന്നുമില്ല. ഇതിനകത്ത് ആകെ പഠിപ്പിക്കുന്നത് ഗുണ്ടായിസം,
മറ്റു മതങ്ങളോടുള്ള വിദ്വേഷം വളർത്തല്, കലാപങ്ങൾ, ഇത്രയാണ് ഇതിനകത്ത് വരുന്നവരെ, നിലവിലുള്ളവരെ പഠിപ്പിക്കുന്നത്. ഈ സംഘടനയിൽ യാതൊരുവിധ ആത്മീയതയും ഇല്ല. ഇത് പക്ക ഗുണ്ടായുസം, ചിലർക്ക് അധികാരം ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള ഇതാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും, തൊഴിലാളി മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥി, സ്ത്രീ, കർഷകർ, ഇവരിലെല്ലാം ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് തീവ്ര ഹിന്ദു തൊഴിലാളി യൂണിയൻ, തീവ്ര യുവജന പ്രസ്ഥാനം ഇതിനെല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു മാസം മുമ്പ് ഇവര് ഒരു മീറ്റിംഗ് മധ്യ കേരളം ബേസ് ചെയ്ത് വിളിക്കുകയുണ്ടായി. അപ്പോൾ ആ മീറ്റിംഗിൽ സംസാരിക്കാൻ വന്ന ആളെ അവര് അറ്റാക്ക് ചെയ്യുകയും, സംസ്ഥാന സമിതി അംഗമാണ് സംഘടനയുടെ, ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതൃത്വം കൊടുക്കുന്ന അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന സമിതി അംഗത്തിന് നേരെ വധഭീഷണിയും വധശ്രമവും. അത് തീർച്ചയായിട്ടും സംഘടനയുടെ ദേശീയ ചുമതലയുള്ളവർ അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ നിഷ്ക്രിയമായിരുന്നു. പിന്നീടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഈ സംഘടനയുടെ ദേശീയ അധ്യക്ഷന്റെ ഡ്രൈവർ ഉൾപ്പെടെ ക്രിമിനൽ കേസ് പ്രതികളാണ്. ഈ ഇദ്ദേഹത്തിന്റെ വാഹനം എടുത്തിരിക്കുന്നത് പോലും എറണാകുളത്തുള്ള ഒരു മയക്കുമരുന്ന് ഗുണ്ടാ മാഫിയ തലവന്റെ പേരിലാണ് ഇദ്ദേഹം ഈ വണ്ടി തന്നെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എറണാകുളം മേഖലയിലുള്ള ഗുണ്ടകളുടെ നിയമസഹായം ചെയ്തു കൊടുക്കുകയും ഗുണ്ടകളെ ഒപ്പം നിർത്തി അങ്ങനെയാണ് എറണാകുളം സൈഡിൽ ഈ സംഘടനയ്ക്ക് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നത്. നിയമസഹായം കൊടുക്കാം ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുമാതിരി ഗുണ്ടാ സംഘങ്ങളെല്ലാം തന്നെ ആ സംഘടനയുടെ കീഴിലായിരിക്കും. എന്നിട്ട് ഞാനിത് പറയാൻ കാരണം ഇത് സമൂഹം അറിയേണ്ട കാര്യമാണ്. കാരണം ഈ പറഞ്ഞുള്ള വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് വർഗീയ സംഘടനകൾ വളർത്തുക എന്നുള്ള അജണ്ട, അതിൽ ആരും അകപ്പെട്ടു പോകരുത്. അത് എനിക്ക് സമൂഹത്തോടുള്ള ഒരു അപേക്ഷയാണ്. ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറയണമെന്നും ഉണ്ട്, പക്ഷെ എങ്ങനെ പറയുന്നു ഉള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം ഈ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഇവിടെ ഈ ചാനലിനോട് സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പോലും എന്റെ നേരെ ആക്രമണം ഉണ്ടായേക്കാം. ആക്രമണം ഉണ്ടായാലും കൊല്ലപ്പെട്ടാലും അത് പുറത്തേക്ക് വരുന്ന രീതി മറ്റേതെങ്കിലും മത തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇതിനകത്ത് വരുത്തി തീർക്കും. ഈ ന്യൂസ് വന്നതിന് ശേഷം ഞാൻ ജീവനോടെ ഉണ്ടാവില്ലോ എന്ന് പോലും എനിക്ക് യാതൊരു ഉറപ്പുമില്ല. നിങ്ങൾ കേട്ടല്ലോ ആ മുൻ ആർഎസ്കാരൻ പറഞ്ഞ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. അതായത് വേണമെങ്കിൽ ആർഎസ്കാരുണ്ടല്ലോ ഈ ചങ്ങായിനെ അവർ ഇല്ലാതാക്കിയിട്ട് അതുണ്ടല്ലോ മുസ്ലിങ്ങളെ തലയിൽ കെട്ടിവെക്കും. എന്നിട്ട് അതിന്റെ പേരും പറഞ്ഞ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു വൻ കലാപം ഉണ്ടല്ലോ സംഖ്യകൾ ഉണ്ടാക്കും. എനിക്ക് ഈ ചങ്ങായി പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാക്കിയ കാര്യം എന്താണെന്നറിയോ? അതായത് മുസ്ലിം യുവതികളെ, അതും കല്യാണം കഴിഞ്ഞ മുസ്ലിം യുവതികളുണ്ടല്ലോ ആർഎസ്കാർ പ്രണയം നടിച്ചിട്ട് അവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കിയത്. അങ്ങനെ മുസ്ലിം യുവതികളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ആർഎസ് ഉണ്ടല്ലോ ഫണ്ട് വരെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ആഴ്ച ഒരു മുസ്ലിം യുവതി ആർഎസ്കാരൻ മതം മാറ്റാൻ ശ്രമിച്ചിട്ട് അതിന്റെ ഇടയിൽ ആ മുസ്ലിം യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം. ആ യുവതിയുണ്ടല്ല കല്യാണം കഴിഞ്ഞ യുവതിയാണ്. ആ യുവതിയുമായിട്ടാണ് ആർഎസ്കാരനുണ്ടല്ല പ്രണയം ഉണ്ടാക്കിയത്. ആ സംഭവം ഈ മുൻ ആർഎസ്കാരൻ പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ല, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴല്ല സംഘപരിവാർ നമ്മുടെ നാട്ടിലുണ്ടല്ല ഈ പരിപാടി ഉണ്ടല്ല പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടല്ല ജാഗ്രത പാലിച്ചാല് അത്രയും നല്ലത്. കാരണം നമ്മുടെ നാടിനെ കുട്ടിച്ചറക്കാൻ വേണ്ടി സംഘപരിവാർ ഉണ്ടല്ല എല്ലാ ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ തൽക്കാലം നിർത്തുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.